ശ്രീ കോന്നി ഗോപകുമാർ, ഈ കേരളത്തിൽ ബി ജെ പി പുതിയൊരു ദിശാബോധത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം 2025, അതായത് ഇക്കൊല്ലം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയെന്ന് പറയാം. ഒരു വർഷമാണ്, മുന്നൊരുക്കത്തിനുള്ള സമയമാണ്. അപ്പോൾ ബി ജെ പി വളരെ കരുതലോടുകൂടി നീങ്ങുകയാണ്. മുമ്പ് പറഞ്ഞിട്ടുള്ളത് 2036 അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. പക്ഷേ 2026 ഇവരുടെ നീക്കം കേരളം ആര് ഭരിക്കണമെന്നുള്ളത് ബി ജെ പി തീർച്ചപ്പെടുത്തണം എന്നുള്ള രീതിയിലേക്കാണ്. അതിന് പുതിയ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കും ആളിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സാധ്യത കുറേ നാളായിട്ട് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, അത് തന്നെ ആയിരിക്കുമോ? സാധ്യത നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ തീരുമാനമെടുക്കുന്നത് ഇവിടെ അല്ലല്ലോ, ദില്ലിയിലാണ്. പ്രത്യേകിച്ച് ഒരു പക്ഷേ തീരുമാനമെടുക്കുന്നത് ജെ പി നഡ്ഡയും അമിത്ഷായും നരേന്ദ്രമോദിയും ആയിരിക്കാം തീരുമാനമെടുക്കാനുള്ള സാധ്യതയുള്ളത്. അവരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്, പാർട്ടിയെ നയിക്കുന്നത് അവരാണല്ലോ. ഇവിടെ ബി ജെ പി നേരിടുന്ന വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കാലാവസ്ഥ എത്ര അനുകൂലമായാലും ഏത് തുറമുഖത്ത് കപ്പലടുപ്പിക്കണം എന്നറിയാത്ത ഒരു കപ്പിത്താനാണ് കപ്പലിനെ നയിക്കുന്നതെങ്കിൽ കപ്പലിങ്ങനെ കടലിൽ ഒഴുകി നടക്കത്തേ ഉള്ളൂ. ബി ജെ പി കുറേ കാലമായിട്ട് ഒഴുകി നടക്കുകയാണ് കടലിൽ. കാലാവസ്ഥ വളരെ അനുകൂലമാണ്. ഏത് തുറമുഖത്താണ് കപ്പൽ അടുപ്പിക്കേണ്ടതെന്നറിയാത്ത ആളുകളാണ് ഈ സംഘടനയെ നയിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. അവർക്കൊരു വ്യക്തമായ ലക്ഷ്യബോധമില്ല, അവർക്കൊരു തന്ത്രമില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർ ഇരുട്ടിത്തപ്പുകയാണ്. അവരവരുടെ ഗ്രൂപ്പിനെ വളർത്തുക, പാർട്ടി ഫണ്ട് വരുമ്പോൾ അതൊക്കെ അടിച്ചെടുക്കാനൊക്കെ അത് അടിച്ചെടുക്കുക. അതിനപ്പുറത്തോട്ട് പാർട്ടിയുടെ ബഹുജന അടിത്തറ ഉറപ്പിക്കാനോ പാർട്ടിയെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി, പ്രതീക്ഷ വെച്ചു പുലർത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി, അധികാരത്തിലേറ്റാൻ കൊള്ളാം, അധികാരം ഏൽപ്പിക്കാൻ പറ്റുന്ന ശേഷിയും ശേമുഷിയുമുള്ള നേതാക്കന്മാരുടെ ഒരു പാർട്ടിയായിട്ടോ ബി ജെ പിയെ വളർത്തിയെടുക്കാൻ പാർട്ടിയുടെ അധ്യക്ഷന്മാർക്കോ അതിൻ്റെ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനോ കഴിയാതെ പോയി എന്നുള്ളതാണ് വാസ്തവം. വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുന്നതിന് പറയുന്നതിന് അർത്ഥമില്ല. കാര്യം എന്താ വെച്ചാൽ 2009 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് ബി ജെ പിക്ക് കിട്ടിയത് 6.4% വോട്ടാണ് 2009. 2014 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2014 വന്നപ്പോൾ അടിസ്ഥാനപരമായ വ്യത്യാസം, 2014 തെരഞ്ഞെടുപ്പിനെ നേതൃത്വം നൽകിയത് നരേന്ദ്രമോദിയാണ്. അപ്പം നരേന്ദ്രമോദിക്കെതിരെ വ്യാപകമായ ഒരു തരംഗം പോലെ അദ്ദേഹത്തിനെതിരെ അക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ന്യൂനപക്ഷങ്ങളെ കൊല്ലുന്നവനാണ്, അന്ധവിശ്വാസിയാണ്, പിന്നെ അനാചാരങ്ങൾ വെച്ച് പുലർത്താൻ ആഗ്രഹിക്കുന്ന ആളാണ്, ഹിന്ദുത്വത്തിൻ്റെ വക്താവാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ക്രിസ്ത്യാനികളുടെ വക്താവിൻ്റെ രാജ്യം ഭരിക്കാം, മുസ്ലിമിൻ്റെ വക്താവിൻ്റെ രാജ്യം ഭരിക്കാം, വേണേൽ താലിബാൻ്റെ വക്താവിൻ്റെ രാജ്യം ഭരിക്കാം, ഹിന്ദുത്വത്തിൻ്റെ വക്താവാണ് എന്നുള്ളതായിരുന്നു നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള ആരോപണം. ഈ ആരോപണത്തിൽ കേരളത്തിലെ എങ്ങനെ ഈ ആരോപണം കേരളത്തിലെ ജനസാമാന്യങ്ങളെ സ്വാധീനിക്കും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിയ ഒരു കാര്യമാണ്. അദ്ദേഹം മറ്റ് പല സംസ്ഥാനങ്ങളിലും വോട്ടിംഗ് നില ഉയർത്തി അദ്ദേഹം അധികാരത്തിൽ വരികയും ചെയ്തു. അധികാരത്തിൽ വരാൻ കാരണം ഇന്ത്യയിലെ ഹിന്ദുക്കൾ അവർക്ക് ധീരനായ ഒരു നേതാവിനെ കാത്തിരുന്ന സമയത്താണ് കോൺഗ്രസ് പറയുന്നത് ഹിന്ദുത്വത്തിൻ്റെ വക്താവാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദി പറഞ്ഞാൽ ഞാൻ ഹിന്ദുത്വത്തിൻ്റെ വക്താവാണ്, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ രാജ്യം, ഞാൻ ഹിന്ദുത്വം എന്ന് പറയുന്ന ഹിന്ദുക്കൾ മാത്രമല്ല, ഈ ആസൈദ് ഹിമാചലമുള്ള ഈ രാജ്യത്തെ ഇവിടെ ജനിച്ചു വളർന്ന എല്ലാവരെയുമാണ്. അപ്പോൾ ആ ഹിന്ദുത്വത്തിൻ്റെ വക്താവ് തന്നെയാണ്, ഒരു ഹൈന്ദവ സംസ്കാരത്തിൻ്റെ വക്താവാണ് താനെന്ന് സമ്മതിച്ചുകൊണ്ടാണ് അദ്ദേഹം മത്സരിച്ചത്. ഹിന്ദുക്കൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്താൽ, ഹിന്ദുക്കൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ലേ അധികാരത്തിൽ വരില്ലായിരുന്നല്ലോ, പരിതാപകരമല്ലായിരുന്നല്ലോ കോൺഗ്രസിൻ്റെ അവസ്ഥ. കേരളത്തിൽ അതിനകത്ത് ഉണ്ടായ മാറ്റം അങ്ങ് പരിശോധിച്ച് നോക്കണം. 2009 6.4% മാത്രം വോട്ടുണ്ടായിരുന്ന ബി ജെ പിക്ക് 2014 5 വർഷം കഴിഞ്ഞപ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് 10% കൂടുതലായി, 10 പോയിൻറ്റ് സംതിങ് എന്താണ് വോട്ടിംഗ് പെർസെൻറ്റേജ് വന്നത്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നരേന്ദ്രമോദിയുടെ വരവ് 4% വോട്ട് വർദ്ധിപ്പിച്ചു. ചെറിയ കാര്യമാണെന്ന് ആലോചിച്ച് നോക്കട്ടെ, 4% വോട്ടാണ് വർദ്ധിപ്പിച്ചത്. വീണ്ടും 2016 കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി ജെ പിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 15% വർദ്ധിച്ചു, 5%. ഇവരുടെ പ്രവർത്തനം കൊണ്ടൊന്നുമല്ല, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവ് ഇന്ത്യ നയിക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷയിൽ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കൊടുത്താണ്. UDF-നും LDF-നും എതിരായിട്ട് 15% വോട്ട് ബി ജെ പിക്ക് പിടിക്കാൻ പറ്റി. അപ്പോൾ ഈ രണ്ട് മുന്നണിയിലും UDF-ലാണെങ്കിൽ ലീഗ് അടക്കം സകല ആളുകളും അതിനകത്തുണ്ട്, LDF-ലാണെങ്കിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ അടക്കം 900,000 പാർട്ടികളുണ്ട്. ബി ജെ പി മാത്രമാണ് അതിനെ ഫേസ് ചെയ്തത്. കൂടെ നിന്ന് BDJS മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഘടകകക്ഷി എന്ന് പറഞ്ഞൊന്നില്ലായിരുന്നു. 15% വർദ്ധിച്ചു. അപ്പോഴത്തേക്ക് പിന്നീട് വന്ന് 2024 നിയമത്ത് ഇതിനിടയിൽ താമര വിരിയുകയും ചെയ്തു. അതെ.
താമര വിരിക്കുകയും 2016 അതെ, താമര വിരിക്കുകയും ചെയ്തു. ഒ രാജഗോപാലൻ തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ 2024 വന്നു കഴിഞ്ഞപ്പോൾ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ജയിച്ചു വരിക ഒരു പക്ഷേ പ്രായോഗികമായി വരാം, ഒരു പക്ഷേ സ്വതന്ത്രന്മാർക്ക് പോലും ജയിച്ചു വരാൻ പറ്റുന്നതാണ് എന്നായിരുന്നു അന്നത്തെ ഉണ്ടായിരുന്ന ഒരു ആരോപണം. നിയമത്തുണ്ടായ വളരെ അപൂർവമായൊരു സംഭവമാണെന്നത്. പക്ഷേ പാർലമെൻറ്റിലേക്ക് സുരേഷ് ഗോപി ജയിച്ചു വരികയും 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി അദ്ദേഹം ജയിച്ചു വരികയും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് BJPക്ക് കേരളത്തിലെ ഇമേജിലുണ്ടായ മാറ്റം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ സംഭവിച്ചത് ഏത് തുറമുഖത്ത് കപ്പലടിപ്പിക്കണമെന്നറിയാതെ നിസ്സംഗനായി നിന്ന കപ്പിത്താനെ കണ്ടുകൊണ്ടല്ല, മറിച്ച് ദില്ലി ഭരിക്കുന്ന ഒരു നേതാവുണ്ടെന്നും BJP രാജ്യത്തെ കൃത്യമായ ഡയറക്ഷനിലാണ് കൊണ്ടുപോകുന്നതെന്നും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴാണ്. പക്ഷേ ഇന്നും BJPക്ക് കാര്യമായൊരു ചലനം ഉണ്ടാക്കാനോ ഗ്രാമതലങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളിടയിൽ പ്രവർത്തിക്കാനോ അവർക്ക് കഴിയുന്നില്ല. കാരണം BJP എന്ന് പറയുന്ന പാർട്ടിയുടെ മിഷണറി അതിനെ സജീവമാക്കാൻ ഒരു പാർട്ടി പ്രസിഡന്റിനും കഴിഞ്ഞിട്ടില്ല. അവർക്ക് അതിൻ്റെ താല്പര്യമില്ലായിരുന്നു. അവരുടെ ആഗ്രഹം അവരല്ലാതെ ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് അവർക്ക് കൊണ്ടുപോകണം. ഇപ്പോൾ ബസ്സിൽ നമുക്ക് കയറി അത്യാവശ്യം സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും ബസ്സിൽ കയറണമെന്ന് കൊണ്ട് നിൽക്കുന്നൊരു മനോഭാവം ഉണ്ടല്ലോ. ആ മനോഭാവത്തിലാണ് ഈ BJP നേതാക്കന്മാർ ഇത് കൊണ്ടു നടക്കുന്നത്. ആരെങ്കിലും പുതുതായിട്ട് വരുന്നവരെ അവർ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ആരും ശ്രമിക്കണം. ഏറ്റവും കൂടുതൽ പ്രഗത്ഭന്മാർ കേരളത്തിലെ അംഗീകരിച്ച അല്ലെങ്കിൽ ചേർന്ന പാർട്ടിയല്ലേ TP സെൻകുമാർ. TP സെൻകുമാർ ഇന്ത്യയിലെ ശ്രദ്ധേയനായ ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയോട്, അതും പിണറായി വിജയനെ പോലുള്ള മുഖ്യമന്ത്രിയോട് യുദ്ധം ചെയ്താണ് അദ്ദേഹം DGP ആയത്. TP സെൻകുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള നിയമവിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള വിഷയമാണ്. സുപ്രീം കോടതിയിൽ പോയി കേസ് വാദിച്ച് ജയിച്ചു വന്ന ആളാണ് TP സെൻകുമാർ. ജേക്കബ് തോമസ് എത്ര നല്ല പോലീസ് ഓഫീസറാണ്. E ശ്രീധരൻ, ഇവരെല്ലാം ഇങ്ങോട്ട് വന്ന ആളുകളല്ലേ, ഈ പാർട്ടിയിലോട്ട് ചേർന്ന ആളുകളല്ലേ. അതുപോലെ തന്നെ നല്ലൊരു സിനിമാ സംവിധായകനായിരുന്നു അലി അക്ബർ, രാമസിംഹൻ എന്ന പേര് സ്വീകരിച്ച ആൾ. അദ്ദേഹത്തിൻ്റെ സിനിമ പോലും ഇറക്കുന്നതിന് BJPക്കാരാണ് അദ്ദേഹത്തിനെ പാരവെച്ചത്. അദ്ദേഹത്തിനെ നിരന്തരം പാരവെച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരല്ല, BJPക്കാരാണ്. ഇത്രമാത്രം സ്വാർത്ഥന്മാരായുള്ള ഒരു പാർട്ടി കേരളത്തിലൊന്നുമില്ല. ഈ സ്വാർത്ഥതയ്ക്കെതിരായിട്ടാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. ഇവരെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ജനങ്ങൾ? അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും കേരളത്തിലെ BJP ഇന്ത്യയിലെ BJPക്ക് ജനസമ്മതി ഉള്ളതുകൊണ്ടാണല്ലോ. ഇപ്പോൾ തൊട്ടടുത്ത സംസ്ഥാനം അങ്ങൊന്ന് പരിശോധിച്ച് നോക്കണം. അവിടെ ശക്തമായ ദ്രാവിഡ സംസ്കാരം നിൽക്കുന്ന ഒരു സ്ഥലമാണ് മദ്രാസ്. EV രാമസ്വാമി അയ്യർ ആൻറ്റി ഹിന്ദു ആണെന്നും അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ അമ്പലത്തിൻ്റെ മുന്നിലിരിക്കാൻ എടുത്ത് കളയുമെന്ന് പറഞ്ഞ ആളാണ് അണ്ണാമല ചോദ്യം ചെയ്തിരിക്കുന്ന EV രാമസ്വാമി നായ്ക്കരെയാണ്. ആലോചിക്കണം. അവിടെ നിന്നുകൊണ്ടാണ് അണ്ണാമല ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നത്. അണ്ണാമല അദ്ദേഹത്തിൻ്റെ എൻ മണ്ണ് എൻ മക്കൾ എന്ന് പറഞ്ഞിട്ടൊരു നല്ല മുദ്രാവാക്യം അതുമായിട്ട് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി പദയാത്രയുമായി പോയി കഴിഞ്ഞപ്പോൾ ആദ്യം 10 പേര് വേണ്ടി, പിന്നെ 100 പേരായി, അത് 1000-ആയി, 10,000-മായി, ലക്ഷങ്ങളായി വലിയൊരു മൂവ്മെൻ്റ് ആയപ്പോഴാണ് അതിൻ്റെ സമാപനത്തിന് നരേന്ദ്രമോദി വന്നതും അദ്ദേഹം പറഞ്ഞതും ഒരു പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി ഒരു പക്ഷേ തമിഴ്നാട്ടിൽ നിന്നായാൽ പോലും അത്ഭുതപ്പെടേണ്ട. കാരണം അണ്ണാമല IPSകാരനാണ്. അദ്ദേഹത്തിന് അഴിമതി പൈസ ആവശ്യമില്ല. അതിന് ഏറ്റവും നല്ലത് പോലീസല്ലേ, അഴിമതി വേണം പറ്റുന്നത്. അപ്പം അധ്വാനിക്കാൻ അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹത്തോട് സംസാരിച്ച് കഴിയുമ്പോൾ കൃത്യമായ ചോദ്യങ്ങൾക്ക് അക്കാദമിക് മറുപടിയാണ് കൊടുക്കുന്നത്. അല്ല ചോദിക്കുന്നതിനെ ചീത്ത വിളിക്കല്ലേ ചെയ്യുന്നത്. അക്കാദമിക് മറുപടിയാണ് കൊടുക്കുന്നത്, തരംതാണ മറുപടിയുമല്ല. അദ്ദേഹവുമായിട്ട് നടത്തിയ ചർച്ചകൾ, അദ്ദേഹം പ്രശസ്ത ഒരു സിനിമാ നടി മണിരത്നത്തിൻ്റെ ഭാര്യ സുഹാസിനിയുമായിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടതാണ്. ചോദ്യങ്ങൾക്ക് അത്ര കൃത്യമായിട്ടാണ് മറുപടി പറയുന്നത്. അപ്പോൾ കൃത്യം മറുപടി പറയാൻ കഴിയുന്ന തമിഴ്നാട്ടിലെ BJPയെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്നുള്ള കൃത്യം പ്ലാൻ അണ്ണാമലയ്ക്കുണ്ട്. അതിനാണ് തമിഴ്നാട്ടുകാർ അംഗീകാരം കൊടുക്കുന്നത്. ഇവിടെ ആർക്കാണ് പ്ലാനുള്ളത്? ഞാൻ BJPയെ ഇന്ന ദിശയിലേക്കാണ് കൊണ്ടുപോകാൻ പറ്റുന്നത്. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു നേതാവ്, അതിന് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റും. BJPയിലെ 100 പേരെ ചേർത്തൊരുത്തം ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ ആർക്കാണ് അദ്ദേഹത്തിനെ വേണ്ടത്? എനിക്കോ അങ്ങേക്കോ. BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് നയിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടോ? ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം എന്താ വെച്ചാൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിടത്തൊക്കെ അവരുടെ ട്രാക്ക് റെക്കോർഡ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ആറ്റിങ്ങൽ മുരളീധരൻ മത്സരിക്കുമ്പോൾ അദ്ദേഹം 5 വർഷം മുഖ്യമന്ത്രിയായിരുന്നു. ദീർഘകാലം BJPയുടെ സംസ്ഥാന പ്രസിഡൻറ്റുമായിരുന്നു. അടൂർ പ്രകാശ് എങ്ങനെയെങ്കിലും തോക്കണമെന്ന് പിന്നെ നോമ്പ് നോറ്റിട്ട് അല്ലെങ്കിൽ വഴിപാട് നേർന്നിട്ട് ഇലക്ഷൻ മത്സരിച്ചത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിക്കാരനാണ്. ഞാനും ചോദിച്ചു, എന്തിനാ ചുമ്മാ പാർലമെൻറ്റിൽ പോയി ഉറങ്ങാനായിട്ട് പോകുന്നത്, കോന്നി വന്ന് ജയിച്ചാൽ പോരെ. ഞങ്ങൾക്ക് നല്ലൊരു MLA ആയിരുന്നു, നല്ല MLA ആയിരുന്നു. കാരണം കോന്നിയുടെ സർവ്വനോന്മുഖമായ വികസനത്തിന് വഴി തെളിച്ചത് അടൂർ പ്രകാശാണ്. അതുകൊണ്ട് അടൂർ പ്രകാശ് കോന്നി വന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വോട്ടറാണ് ഞാൻ. അദ്ദേഹത്തിന് വേണ്ടി നിർബന്ധമായിട്ട് പറഞ്ഞ ആറ്റിങ്ങിൽ അദ്ദേഹം തോറ്റായിരുന്നെങ്കിൽ കോന്നിക്ക് നല്ലൊരു MLAയും മന്ത്രിയും കിട്ടുമായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹം അവിടെ ജയിച്ചു.
ഇത്ര അനുകൂലമായ സാഹചര്യം ഇവിടെ ഉണ്ട്. എന്നിട്ടും മുരളീധരന് അവിടെ ജയിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് 63,000 വോട്ടാണ് കൂടുതൽ ആറ്റിങ്ങൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇറ്റില്ലമാണ് പിന്നെ ആറ്റിങ്ങൽ അല്ല ആലപ്പുഴ. ആലപ്പുഴ മുല്ലപ്രവയലാറിൻ്റെ നാടല്ലേ. അതെ. അപ്പോൾ ആ ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ അവരുടെ വോട്ട് വർദ്ധിപ്പിച്ചത് 3 ലക്ഷമായിട്ടാണ്. ചെറിയ കാര്യമാണ്. അതിനു മുമ്പ് 2016 കേരള നിയമസഭയിലേക്ക് പാലക്കാട് നിന്ന് മത്സരിച്ചപ്പോഴും ഇതുപോലെ 2011 വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവരെവിടെ മത്സരിച്ചാലും നന്നായിട്ട് ജനങ്ങളെ സ്വാധീനിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് വോട്ടർമാരിൽ ഭൂരിപക്ഷം സ്ത്രീകളാവുമ്പോഴേ സ്ത്രീ വോട്ടർമാരെ സ്വാഭാവികമായിട്ട് പ്രിഫർ ചെയ്യുന്നത് ശോഭാ സുരേന്ദ്രനെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ശോഭാ സുരേന്ദ്രന് ഹിന്ദുക്കളുടെ വോട്ടും ക്രിസ്ത്യാനികളുടെ വോട്ടും കുഴപ്പമില്ലാതെ കിട്ടാൻ കഴിയുന്ന ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ഇപ്പോൾ അവർ ഈഴവ കമ്മ്യൂണിറ്റിയിൽ ജനിച്ച് വളർന്ന ആളാണ്. പക്ഷേ അതുകൊണ്ട് കമ്മ്യൂണിറ്റിയുടെ ഫ്രെയിമിലേക്ക് നിർത്തുകയല്ല. ഹിന്ദുക്കളുടെ ജനസംഖ്യയിൽ ഭൂരിപക്ഷം 27% ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഗൗരിയമ്മയുടെ ഒരു ശക്തി സ്രോതസ് പ്രദേശമായിരുന്നല്ലോ അരൂരും അവിടുത്തെ ജനങ്ങളും ഒക്കെ ആയിരുന്നല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഒരു വനിതാ പ്രസിഡന്റിനെ BJP ഇക്കുറി തിരഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും BJPയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു ദിശാബോധം കൊടുക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഒപ്പം ശോഭാ സുരേന്ദ്രൻ ശക്തമായിട്ട് വെല്ലുവിളിച്ചാരൊക്കെ എന്ന് ആലോചിച്ച് നോക്കണം. മുഖ്യമന്ത്രി തന്നെ വെല്ലുവിളിച്ച ആളാണ്. ആർക്കെങ്കിലും മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കാൻ BJPയുടെ നേതാക്കന്മാർക്ക് ധൈര്യം തോന്നിയിട്ടുണ്ടോ? ഗോകുലം ഗോപാലൻ, റിപ്പോർട്ടർ ചാനലിൻ്റെ പിന്നെ നടത്തിപ്പുകാരെ എന്തോ മരമുറി കേസിലൊക്കെ പെട്ട ആളുകൾ, ഇവരെയൊക്കെ വെല്ലുവിളിച്ച് ധീരമായി അവരോട് പടപൊരുത്തി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പണച്ചാക്കുകളുടെ മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കാത്ത, അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങിച്ച് മാധ്യമ രാജാക്കന്മാരാകാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ മുട്ടുമടക്കാതെ നിന്ന് നിർഭയം സത്യം പറയുന്ന ഒരു നേതാവിന് BJP സ്പേസ് കൊടുത്താൽ കേരള സമൂഹം അത് അംഗീകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.